ഇന്ത്യ മുന്നണിക്ക് നടുക്കമുണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ തകർത്തുകൊണ്ട് NCP NDAയിലേക്ക് പോകുന്നു. അജിത് പവാറിൻ്റെ ആകസ്മിക മരണം സൃഷ്ടിച്ച നടുക്കത്തിൽ നിന്ന് NCP മോചിതരായിട്ടില്ല. ശരത് പവാർ ടീമും അജിത് പവാർ വിഭാഗവും ഒരുമിക്കുന്ന NCP NDAയിലേക്ക് പോകുന്നു. ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലെക്ക് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിസ്ഥാനം ഓഫർ ചെയ്തിട്ടുണ്ട് BJP കേന്ദ്രമന്ത്രിസ്ഥാനം. ശരത് പവാറിൻ്റെ വിഭാഗം NCPക്ക് 11 സീറ്റുണ്ട്. ചുരുക്കത്തിൽ ഇന്ത്യ മുന്നണിയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് ഇന്ത്യ മുന്നണിയുടെ തലതൊട്ടപ്പനായ ശരത് പവാർ NDAയിലേക്ക് ചേക്കേറുന്നത്. ശരത് പവാർ ക്രൈസിസ് മാനേജ്മെന്റ് വിദഗ്ധനാണ്. പലപ്പോഴും രാഹുൽ ഗാന്ധി പല പ്രശ്നങ്ങളിലും ഉപദേശം തേടിയിരുന്നത് ശരത് പവാറിനോടാണ്. പക്ഷേ മാറിയ കാലഘട്ടത്തിൽ NCPക്ക് NDAയിലേക്ക് പോകേണ്ടത് അനിവാര്യമായി വന്നിരിക്കുന്നു. മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ശരത് പവാർ വിഭാഗം NCP വളരെ ദുർബലമായ പ്രകടനമാണ്, നിരാശാജനകമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. തൻ്റെ മകൾ സുപ്രിയ സുലെയെ കേന്ദ്രമന്ത്രിയാക്കുന്നതിലൂടെ ശരത് പവാറിനെ സന്തോഷിപ്പിക്കാൻ NCPക്ക് കഴിയും. 11 MPമാരുണ്ട് NCPക്ക്. NCP NDAയിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ NCP എന്ന പാർട്ടി ഇല്ലാതായി മാറുന്ന അവസ്ഥ വരുന്നു. PC ചാക്കോയാണ് NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ. കടുത്ത ശരത് പവാർ വിഭാഗക്കാരനാണ് PC ചാക്കോ. AK ശശീന്ദ്രൻ, തോമസ് തുടങ്ങിയ നേതാക്കളുണ്ടെങ്കിലും PC ചാക്കോയാണ് ശരത് പവാറിൻ്റെ വിശ്വസ്തൻ. ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ NCP ഇന്ത്യ സഖ്യം വിട്ട് NDAയിലേക്ക് ചേക്കേറുമ്പോൾ കേരളത്തിലെ അധ്യക്ഷനായ PC ചാക്കോയും സ്വാഭാവികമായും NDAയിലേക്ക് ചേക്കേറും. ലതിക സുഭാഷ് അടക്കമുള്ള NCP നേതാക്കൾ എന്ത് നിലപാടെടുക്കും എന്നതിനെക്കുറിച്ച് ഇതുവരെ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. കോൺഗ്രസിലേക്കൊരു മടക്കം ലതിക സുഭാഷിന് ഇല്ല. ഇവിടെയാണ് മറ്റൊരു പാർട്ടി രൂപീകരിച്ചു വരുന്നത് കേരളത്തിൽ. AK ശശീന്ദ്രൻ, തോമസ് എന്നിവർ K കൃഷ്ണൻകുട്ടി, മാത്യു T തോമസ് എന്നിവരോടൊപ്പം ചേർന്ന് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ രൂപീകരിക്കുകയാണ്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ രൂപീകരിച്ച് AK ശശീന്ദ്രനും തോമസും ജനതാദളിലേക്ക് കൂടുമാറാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ പാർട്ടിയുടെ ഭാഗമായി അവർ നിൽക്കും. ഇതാണ് ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ. PC ചാക്കോയ്ക്ക് ഗവർണർ സ്ഥാനമാണ് ഓഫർ ചെയ്തിരിക്കുന്നത് BJP. PC ചാക്കോയ്ക്ക് ഇനിയൊരു ഇലക്ഷന് നിൽക്കാനുള്ള ഇനിയൊരു അംഗത്തിലുള്ള ബാല്യമില്ല. അതുകൊണ്ട് തന്നെ ഗവർണർ സ്ഥാനം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പദവിയാണ്. അത് PC ചാക്കോയ്ക്ക് നൽകാമെന്ന ഉറപ്പ് BJP നൽകി കഴിഞ്ഞു. മാത്രമല്ല, ശരത് പവാറിനൊരു പ്രത്യേകതയുണ്ട്. തൻ്റെ കൂടെ നിൽക്കുന്നവരെ വലിയ പൊസിഷനിൽ ആക്കും അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ എന്ന് വിളിക്കുന്നത്. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കിങ് മേക്കറായിരുന്നു ശരത് പവാർ. പിന്നീട് സോണിയാഗാന്ധിയുമായി തെറ്റി അദ്ദേഹം NCP രൂപീകരിച്ചു. മഹാരാഷ്ട്രയിൽ NCP ശക്തമായ പാർട്ടിയായി മാറി. കാലങ്ങൾ പിന്നിട്ടപ്പോൾ അജിത് പവാറിനെ അടർത്തിയെടുത്ത് BJP NCPയെ നെടുകെ പിളർത്തി. പിന്നീട് NCP എന്നാൽ അജിത് പവാറിൻ്റെ NCPയായി മാറുന്ന തരത്തിലുള്ള ഗതിവിഗതികളിലേക്ക് പോയി കാര്യങ്ങൾ. ഇപ്പോൾ അജിത് പവാർ ഇല്ല. അദ്ദേഹത്തിൻ്റെ മരണം സൃഷ്ടിച്ച ശൂന്യത നികത്താൻ ശരത് പവാർ ഉണ്ട്. അജിത് പവാർ വിഭാഗവും ശരത് പവാർ വിഭാഗവും ലയിക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. 11 MPമാരും ശരത് പവാറിനുണ്ട്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തകർച്ച തന്നെയാണ്. ഇന്ത്യ മുന്നണി ഇനി നിലനിൽപ്പിന് വേണ്ടി പാടുപെടേണ്ടി വരും. ഇന്ത്യ മുന്നണിയിൽ ഇനി ബാക്കിയുള്ള നേതാക്കൾ ബീഹാറിലെ തേജസ്വി യാദവും
ഉത്തർപ്രദേശിലെ അഖിലേഷ് യാദവും തമിഴ്നാട്ടിലെ സ്റ്റാലിനും ഒക്കെയാണ്. മമതാ ബാനർജിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഇപ്പോൾ നല്ല ബന്ധത്തിലുമല്ല. ഈ നേതാക്കൾ പ്രാദേശിക നേതാക്കളാണ്. തേജസ്വി യാദവ് RJD നേതാവ്, സമാജ്വാദി നേതാവ് അഖിലേഷ് യാദവ്, സ്റ്റാലിൻ DMKയുടെ നേതാവ്. ഇതൊക്കെ പ്രാദേശിക പാർട്ടികളുടെ നേതാക്കളാണ്. NCPയെ പോലെ ഒരു ദേശീയ പ്രതിച്ഛായയുള്ള പാർട്ടിയുടെ നേതാക്കളല്ല ഇവരെല്ലാം. ഈ സാഹചര്യത്തിൽ NCP പോകുന്നതോടുകൂടി ഇന്ത്യ മുന്നണി എന്ന ആശയം ദുർബലമായി മാറും. ഇന്ത്യ മുന്നണി തകർന്ന് തരിപ്പണമായി മാറും. NCPയെ തങ്ങളുടെ ലാവണത്തിൽ എത്തിക്കുക വഴി BJPക്ക് കരുത്ത് വർദ്ധിക്കുകയും ചെയ്യും. അതിനുള്ള എല്ലാ തന്ത്രങ്ങളും BJP ആവിഷ്കരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ സായാഹ്ന കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ മകൾ സുപ്രിയ സുലെയെ കേന്ദ്രമന്ത്രിയാക്കി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീർന്നു. അദ്ദേഹത്തിൻ്റെ മകളെ ഒരു പൊസിഷനിൽ എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനിവാര്യത. അത് അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഹാപ്പിയാണ്. കേരളത്തിലാകട്ടെ NCP ദുർബലമാണ്. പക്ഷേ ഇപ്പോൾ NCP ഇല്ലാതാകാൻ തന്നെ പോകുകയാണ്. PC ചാക്കോ ശരത് പവാറിനോടൊപ്പം ചേർന്ന് NDAയിലേക്ക് പോയി കഴിഞ്ഞാൽ ലതിക സുഭാഷ് അടക്കമുള്ളവർ, AK ശശീന്ദ്രൻ, തോമസ് കെ തോമസ് അടക്കമുള്ളവർ NDAയിലേക്ക് പോകില്ല. കാരണം അവർക്ക് NDAയിലേക്ക് പോകാനുള്ള ഒരു മനസ്സില്ല. അവർ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിൻ്റെ ഭാഗമായി മാറും. AK ശശീന്ദ്രനും K കൃഷ്ണൻകുട്ടിയും തമ്മിലുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു സോഷ്യലിസ്റ്റ് സംസ്കാരം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. K കൃഷ്ണൻകുട്ടിയും മാത്യു T തോമസും ഒക്കെ ഇതിനുള്ള ശ്രമത്തിലാണ്. ഇതിലേക്ക് കേരളത്തിലെ RJD നേതാക്കളും കടന്നു വരുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. കേരളത്തിൽ RJDക്ക് ഒരു നേതാവുണ്ട്, MP ശ്രേയംസ് കുമാർ, നീലലോകദാസൻ നാടാറുണ്ട്, ജമീല പ്രകാശമുണ്ട്, കോവളം TN സുരേഷുണ്ട്. ഇങ്ങനെ പല നേതാക്കളുണ്ട്. ഇവരൊക്കെ മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും ചേർന്ന് രൂപം നൽകുന്ന ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും NCP എന്ന പാർട്ടി കേരളത്തിൽ ഇല്ലാതാകുന്നു. PC ചാക്കയെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി അടിച്ചിരിക്കുന്നു. ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ നിന്ന് വിജയിക്കാനുള്ള കരുത്തൊന്നും PC ചാക്കോയ്ക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ PC ചാക്കോ ഒരു ഗവർണർ പദവി കിട്ടിക്കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് വലിയൊരു ലോട്ടറിയാണ്. ശരത് പവാറും ടീമും ഇന്ത്യ മുന്നണി വിട്ട് NDAയിലേക്ക് ചേക്കേറുന്നതിലൂടെ ഇന്ത്യ മുന്നണിക്കും കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും. ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ ചിലപ്പോൾ മാറും. ഇന്ത്യ മുന്നണി പിരിച്ചുവിടപ്പെട്ടേക്കാം. പകരം സ്റ്റാലിൻ്റെയും മമതയുടെയും നേതൃത്വത്തിൽ ഒരു മൂന്നാം മുന്നണി രൂപം കൊണ്ടേക്കാം. അങ്ങനെ ഇനി അങ്ങോട്ട് രാഷ്ട്രീയ കോളിളക്കങ്ങൾ സംഭവിക്കും കേരളത്തിലും ഇന്ത്യയിലും.